ഇന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നാളേക്ക് മാറ്റി വെക്കണ ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണണം. നമ്മൾ പല ആൾക്കാരും ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ആദ്യം വിചാരിക്കും ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ 2026 സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുമ്പോഴേക്കും നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു ടു ഡു ലിസ്റ്റിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തീർക്കും എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഒരുവിധം പെട്ട എല്ലാ ആൾക്കാരും ഒരു പുതിയ വർഷം ആരംഭിക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ എന്താണ് കണ്ടുവരുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു 2 ആഴ്ച പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. പക്ഷെ ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു മാസമൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഇനീഷ്യൽ ഉണ്ടായിരുന്ന ആ ഒരു എനർജി ബൂസ്റ്റ് എല്ലാം അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കും നമ്മുടെ പണ്ടത്തെ സ്വഭാവം വീണ്ടും എല്ലാം പൊങ്ങി തുടങ്ങും. അപ്പൊ നമുക്ക് എന്താ, വീണ്ടും പ്രശ്നങ്ങളായി, മടിയായി, ചെയ്യണം എന്നുള്ള ആവേശം കുറഞ്ഞു തുടങ്ങി. അങ്ങനത്തെ പല കാര്യങ്ങളും കാരണം കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ പുതിയ ഇയറിന്റെ റെസൊല്യൂഷനൊക്കെ അവിടെ തന്നെ വെച്ച് വീണ്ടും പണ്ടത്തെ മാതിരി മടിയന്മാരായി ലക്ഷ്യബോധമൊന്നും ഇല്ലാണ്ട് ഒരു വർഷം വീണ്ടും അങ്ങനെ തീർത്ത് കളയും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇതൊന്നൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണ്ടേ? അപ്പൊ അതിന് നമ്മുടെ മടിയൊക്കെ മാറാനുള്ള ഒരു 7 എളുപ്പ വഴികൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ, സ്റ്റാർട്ട് സ്മോൾ. നമ്മൾ ഏറ്റവും ചെറിയ ഒരു ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ മുന്നിൽ വെക്കുമ്പോൾ ഒരുപാട് നമുക്കൊരു മെൻ്റൽ സ്ട്രെയിൻ വരും. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും, നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസ് കുറവ് നമ്മളത് കൂടുതലായിട്ട് ട്രൈ ചെയ്യാനുള്ള ഒരു ഹിൻഡ്രൻസ് ആയി മാറും. അപ്പം അതിനുള്ള ഒരു ചെറിയൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നമ്മൾ ആദ്യം മുന്നിൽ കാണുക. ചെറിയ ലക്ഷ്യങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്ത് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മനസ്സിനൊരു ശക്തി ഉണ്ടാവും. അതുപയോഗിച്ച് നമ്മൾ ചെറിയ ചെറിയ വിന്നുകൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസും മെല്ലെ മെല്ലെ കൂടി തുടങ്ങും. അത് നമുക്ക് വലിയ ലക്ഷ്യങ്ങളിലോട്ട് എത്താനുള്ള ഒരു ഊർജ്ജമായി മാറും. അപ്പോൾ ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കാണാണ്ട് അതിനുള്ള പടിപടിയായിട്ടുള്ള ഒരു ചെറിയ ലക്ഷ്യങ്ങളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ഓരോന്നും ഈക്വൽ ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്ത് പോയി അവസാനം നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലോട്ട് എത്തിപ്പെടും. അതാണ് നമ്മുടെ പോയിന്റ് നമ്പർ 1. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ, ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാന്നുള്ളത്. ഒരു സമയപരിധി നമ്മൾ എല്ലാത്തിനും നിശ്ചയിക്കണം. നമ്മൾ ഒരു ജോലി ചെയ്യാൻ തുടങ്ങുകയാണെന്ന് വിചാരിച്ചോ, അതിന് വെറും ഒരു 20 മിനിറ്റ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ എന്നുള്ള തീരുമാനം നമ്മളത് സ്റ്റാർട്ട് ചെയ്യണതിന്റെ മുന്നേ തന്നെ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മെന്റലി കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ വരികയാണ്, ഫോൺ അതിന്റെ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഫോൺ ഒന്ന് എടുത്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് കുറച്ച് റീൽസ് ഒക്കെ കണ്ടു നോക്കാമെന്ന് നമ്മുടെ മൈൻഡ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഡിസിപ്ലിൻ പാലിച്ച്, ഇല്ല എനിക്ക് ഇത് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കാനുള്ള ഒരു ജോലിയാണ്, അത് കാരണം കൊണ്ട് ഇത് ചെയ്ത് തീർത്തതിന് ശേഷമാണ് ഞാൻ വേറെ എന്തും ചെയ്യുള്ളൂ എന്നുള്ള ഒരു സെൽഫ് ഡിസിപ്ലിൻ, മെന്റൽ ഡിസിപ്ലിൻ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാത്ത ഒരു സ്വഭാവം താനെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് വന്നു ചേരും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോയിന്റ്, സെറ്റ് എ ടൈം ലിമിറ്റ് ഫോർ ഓൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് യു ആർ ഡൂയിങ്. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രിക്ക് എന്താ നോക്കാം. മൊബൈൽ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെ വീട്ടിലും ഇപ്പം 4-5 മൊബൈലുകൾ എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് എപ്പോഴും ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഫൺ എന്താണ്, എപ്പം നോക്കിയാലും നമ്മൾ റീൽസ് നോക്കിക്കൊണ്ടേയിരിക്കുക. ഒരു റീല് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എത്ര പണി ഉണ്ടെങ്കിലും നമ്മൾ അറിയാതെ വിചാരിച്ചുകൊണ്ടേയിരിക്കും, ഒരു റീലും കൂടി കണ്ടു കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ നമ്മൾ അറിയാണ്ട് നമ്മൾ ഓരോ റീലും കണ്ട് 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 ചിലപ്പോൾ മണിക്കൂറുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മുടെ ഒരുപാട് ടൈം പോയി കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഞാൻ പൊതുവെ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മൊബൈൽ മാറ്റി വയ്ക്കും. നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈൽ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പണികൾ എന്താണോ, ടാസ്ക് എന്താണോ അത് ഫുൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള കുറച്ച് ടൈം ഉണ്ട്, നമുക്ക് എന്തെങ്കിലും കുറച്ച് റിലാക്സ് ചെയ്യാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാണാം എന്നുള്ള ടൈമിൽ മാത്രമാണ് ഫോൺ ഉപയോഗിക്കുക, റീൽസ് കാണുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാത്ത സമയത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം, ഓരോ റീൽസ് കാണുമ്പോഴും നമ്മൾ വേറൊരാളുടെ ലക്ഷ്യത്തിന് നമ്മൾ ഒരു അനുഗ്രഹമാവാണ് അല്ലേ. അപ്പോൾ വേറെ ആൾക്കാർ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും, അവർ മണിക്കൂറോളം ടൈം സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു റീലായിരിക്കും. അപ്പോൾ ആ റീല് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം
അത് അവിടെ പൂർത്തീകരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ ഒന്നും നടക്കാണ്ട് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ചിന്ത ഉണ്ടാവും, ഞാൻ എൻ്റെ പണി ചെയ്തതിന് ശേഷം മാത്രമാണ് മൊബൈൽ നോക്കാൻ പോവുള്ളൂ എന്നുള്ളത്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻ വെക്കേണ്ടതാണ് ഈ മൊബൈൽ യൂസേജ് എന്നുള്ളത്. മൊബൈൽ മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കുറേ ആയിട്ടുള്ള ഫ്രീ ടൈം എന്തായാലും കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ട്രിക്കാണ് നമ്മൾക്ക് സെൽഫ് മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ടാസ്ക് ചെയ്ത് തീർത്തു എന്ന് വിചാരിക്കുക, ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ കൊടുക്കണ മാതിരി ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പോയി കുറച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. അതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു പെറ്റുമായിട്ട് വെറുതെ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ഒരു ഫ്രഷ് എയർ കൊള്ളുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐസ്ക്രീം കഴിക്കുക, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ആവാം. ചെറിയ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ എന്ന് മാത്രം ഉദ്ദേശിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യണ പണി കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം എന്തോ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ നമ്മൾ ചെയ്യുന്ന പണി വേഗം ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് നമുക്ക് ഒരു പുഷ് തരും. അതാണ് നമ്മൾ ഇത് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. നല്ലോണം പണിയെടുക്കുക, അത് കഴിഞ്ഞിട്ട് നന്നായി റിലാക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുക. അപ്പൊ നമുക്ക് പണി ചെയ്യുന്ന മാതിരിയും തോന്നില്ല. ഇനി നമ്മുടെ ആറാമത്തെ ട്രിക്ക് നല്ല ആൾക്കാരുടെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ഗുഡ് സറൗണ്ടിങ്സ്. നമുക്കിത് എത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണെന്ന് നമ്മൾ അങ്ങനെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക. നമ്മൾ പണ്ട് മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ, ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? അതേമാതിരി നല്ല ഹൈ ആയിട്ടുള്ള തോട്ട്സ് ഉള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ സറൗണ്ട് ചെയ്യുമ്പോൾ നമ്മളും നാച്ചുറലി അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലോട്ട് അലൈൻ ആയി പോകും അല്ലെ. നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ കൂടെ പോകുമ്പോൾ നമ്മളും താനെ മടിയന്മാരായി പോകും. പക്ഷെ നല്ല ഒരു ഹൈ അച്ചീവ്മെന്റ് ഗോളൊക്കെ ഉള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ നടക്കും ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരും നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും ഫുൾ അവരുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ നടത്തിയെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം, അങ്ങനത്തെ വളരെ ഹൈ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെ. അപ്പൊ താന് നമുക്കിന് ഒരു ഇൻസ്പിറേഷൻ വരും, ഓ ഇവർ ഇത്രയും പണികൾ ചെയ്യുന്നുണ്ടല്ലേ, അവർ ഇത്രയും അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ ലൈഫ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം, അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ നമുക്ക് താനെ വരും. അപ്പൊ നമ്മൾ ആരുടെ കൂടെയാണോ ടൈം സ്പെൻഡ് ചെയ്യണത് അത് വളരെ സൂക്ഷിച്ച് ഏറ്റവും നല്ല ആൾക്കാരും നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യും എന്ന് തോന്നണ ആൾക്കാരോട് കൂടെ മാത്രം നമ്മൾ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മുടെ ഏഴാമത്തെയും അവസാനത്തെ ആയിട്ടുള്ള ട്രിക്ക് എന്താ നോക്കാം. റിമെമ്പർ യുവർ വൈ എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത് എന്തിനാണ് അതെപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒന്നെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും, നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരു വലിയ മോട്ടിവേഷൻ ആവണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പല രീതിയിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. അപ്പൊ ആ ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മോട്ടിവേഷൻ താനെ വന്നോളും. നമുക്ക് മടി പിടിച്ചിരിക്കാൻ തോന്നില്ല. അവരുടെ മുഖമൊക്കെ ഒരു നിമിഷം ആലോചിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള മടിയും നമ്മുടെ സൈഡിൽ നിന്ന് പമ്പ കടന്നു പോകും. അപ്പൊ എപ്പോഴും ആലോചിക്കുക, നമ്മളിത് ആർക്ക് വേണ്ടി ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മടിച്ചിരിക്കാൻ തോന്നില്ല. താൻ ആ ഒരു ഊർജം നമ്മുടെ കയ്യിലോട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മടി ഒഴിവാക്കാനുള്ള 7 ട്രിക്കുകൾ. നമുക്ക് ഒന്നും കൂടി ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിയാലോ. ആദ്യം നമ്മൾ ചെറിയ ലക്ഷ്യങ്ങളോടുകൂടി തുടങ്ങുക. രണ്ടാമത്തെ, സമയപരിധി എല്ലാ കാര്യങ്ങൾക്കും നിശ്ചയിക്കുക. മൂന്നാമത്തെ പോയിന്റ്, മൊബൈൽ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുക. നാലാമത്തെ, നല്ല റൂട്ടീൻ ഉണ്ടാക്കുക. അഞ്ചാമത്തെ, സ്വയം പ്രോത്സാഹിപ്പിക്കുക. ആറാമത്തെ, നല്ല ആളുകളോട് കൂടി ഇരിക്കുക. ഏഴാമത്തെ, നമ്മൾ ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ആലോചിക്കുക. ഈ ഒരു 7 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ഒരു മാസം ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 100% ആയിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഒരുപാട് വ്യത്യാസം വരും. ഒരേ ഒരു കാര്യം നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കാണുന്നതോടുകൂടി മാത്രം നമ്മൾ അത് നിർത്തരുത്. ഇതിന്നുള്ള ഓരോ പോയിന്റും ഓരോ സമയം മടി വരുമ്പോഴും ഇതൊക്കെ ആലോചിച്ച് അത് നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കണം. അപ്പം മാത്രമാണ് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുക അല്ലേ. അപ്പം നിങ്ങൾ എന്തായാലും മാക്സിമം ഈ വീഡിയോ എത്ര പ്രാവശ്യം വേണമെങ്കിലും കണ്ട് മനസ്സിലാക്കി, പിന്നെ ഓരോ പ്രാവശ്യം മടി വരുമ്പോഴും ഇത് പ്രയോഗിച്ച് എത്ര ആൾക്കാർക്ക് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും ഒന്ന് മെസ്സേജ് ചെയ്ത് അറിയിക്കും കേട്ടോ. വീണ്ടും ഒരു വീഡിയോ കൂടെ കാണാം. ബൈ.